നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോൾ ഇന്നലെ ഒരു വാർത്ത, ഒരു സംഭവം വലിയ ചർച്ചയായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ, അതായത് ഗുരുവായൂർ സന്ദർശനം നടത്തിയത്. അപ്പോൾ ഇത് ഇത്ര വലിയൊരു ചർച്ചയാവേണ്ട ഒരു കാര്യം എന്താണുള്ളത്? ഇത് വലിയ ചർച്ചയല്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം വിവേക് തായ്ക്കണ്ടിക്ക് അദ്ദേഹത്തിന് ഗുരുവായൂർ സന്ദർശിക്കാനുള്ള അവകാശമില്ലേ? അവിടെ ഗുരുവായൂരപ്പനെ തൊഴാനുള്ള അവകാശമില്ലേ? സ്വന്തം അച്ഛൻ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ലേ? മകൾക്ക് ഇനി മോഷ്ടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണമെന്ന് പറയാനുള്ള അവകാശമില്ലേ? മോഷ്ടിച്ചു കഴിഞ്ഞാൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ സഹായിക്കണമെന്ന് പറയാനുള്ള അവകാശമില്ലേ? എന്തിന് വിവേക് തായ്ക്കണ്ടി അവിടെ നിന്ന് പോയി അബുദാബി ബാങ്കിൽ, കൊമേഴ്ഷ്യൽ ബാങ്കിൽ പിണറായി വിജയൻ്റെ കള്ളപ്പണ നിക്ഷേപങ്ങൾക്ക് ആരും പിടിക്കാതെ സൂക്ഷിക്കണം എന്നുള്ള അവകാശമില്ലേ? ഉണ്ടാവില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പോയി പ്രാർത്ഥിക്കാം. പക്ഷെ അവിടെയല്ല പ്രശ്നം. എവിടെയാ പ്രശ്നം? പക്ഷെ അതിന് ഇത്ര രൂക്ഷ വിമർശനം അവരുണ്ടാക്കി. വിമർശനേ ഇല്ല, നല്ല കാര്യമാണ്. കാരണം മുമ്പ് ഞാൻ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പിണറായി ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട് മന്ത്രവാദികളെ കൊണ്ടുവന്ന് അവിടെ ആഭിചാരിക ക്രിയകൾ നടത്തിയിട്ടുണ്ട്. ശത്രു സംഹാര പൂജ, പിന്നെ പ്രേതങ്ങൾ അവിടെ വീട്ടിലുണ്ടായിരുന്നു കണ്ടെത്തി. പിന്നെ വലിയ മരങ്ങൾ വെട്ടിമാറ്റി, പിന്നെ വലിയ ഗേറ്റ് കൊണ്ടുവച്ചു പ്രേതങ്ങൾ കിടക്കാതിരിക്കാൻ. പിന്നെ വെളുത്ത കാറ് മാറ്റി കറുത്ത കാറാക്കി. അങ്ങനെ പലതരത്തിലുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഈ കറുത്ത കാറാക്കിയത്? വെളുത്ത കാറായിരുന്നു, അത് ഓരോ കറുത്ത നിറത്തേക്ക് പ്രേതങ്ങൾ വരില്ല എന്ന് ഏതോ ജ്യോത്സ്യം പറഞ്ഞെടുത്തു മന്ത്രവാദി. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സാധാരണ സംഭവമല്ലേ? ഇത് വലിയ കാര്യമാണ്. അതേപോലെയാണ് നമ്മുടെ വിവേക് തായ്ക്കണ്ടി ഇപ്പം അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് പറയും. എന്താ തെറ്റ്? അവർക്ക് അവരുടെ അവകാശങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം മാത്രമാണ് കുഴപ്പമായി. ആ ഫോട്ടോ എടുത്ത് പിണറായി വിജയൻ്റെ മകൻ വിവേക് തായ്ക്കണ്ടി എന്ന് പറഞ്ഞാലും നമുക്ക് പ്രിയപ്പെട്ട ആളല്ലേ? കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, 10 വർഷം കേരളത്തെ ഭരിച്ച, CPM വർഷങ്ങളെ 2005 മുതൽ കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി, 1998 മുതൽ ഇങ്ങോട്ട് CPM സെക്രട്ടറിയായി മാറിയ പിണറായി വിജയന്റെ സാക്ഷാൽ പെണുങ്ങാണ്ടി ദൈവത്തിന്റെ മോനല്ലേ? ആ പെണുങ്ങാണ്ടി ദൈവത്തിന്റെ മോൻ അവിടെ വരുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നത് തെറ്റാണോ? തെറ്റല്ല. ആ ഫോട്ടോ എടുത്ത ആളെ കേറി തല്ലുന്നത് ശരിയാണോ? അല്ല. ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നത് പറയാവുന്നത് ശരിയാണോ? അല്ല. അതാ കുഴപ്പമുള്ളൂ. അതായത് പിണങ്ങാണ്ടി ദൈവത്തിന്റെ മകൻ സാക്ഷാൽ വിവേക് തായ്ക്കണ്ടി, അതായത് പിണറായി വിജയന്റെ കള്ളപ്പണങ്ങൾ, അതായത് എൻ്റെ ഈ തന്നെ 10,000 കോടി രൂപയുടെ രേഖകൾ കിട്ടിയിരുന്നു. 10,000 കോടി രൂപ വിദേശത്ത് വിവേക് തായ്ക്കണ്ടി അടക്കം കൃത്യമായി സൂക്ഷിക്കുന്ന, അമേരിക്കയിലടക്കമുള്ള, അബുദാബിയിലടക്കമുള്ള അദ്ദേഹത്തിൻ്റെ കള്ളപ്പണത്തിൻ്റെ രേഖ 10,000 കോടിൻ്റെ കിട്ടിയുള്ളൂ കേട്ടോ. 10,000 കോടിക്ക് നിസ്സാരല്ലേ? പക്ഷെ 1,00,000 കോടിയിൽ മേധി ഉണ്ടെന്നാണ് ഇപ്പോൾ എൻ്റെ ഏറ്റെടുത്ത വിവരങ്ങൾ. അത് പല സ്ഥലങ്ങളെ യൂസഫ് അലി അടുത്തുണ്ട് നിക്ഷേപമുണ്ട്. അതുപോലുള്ള പ്രമുഖരായ ബിസിനസ്സുകാരുടെ പല പദ്ധതികളും കൊണ്ടേ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ ആരാണ്? വിവേക് തായ്ക്കണ്ടി എന്ന് പറയും, വിവേക് കിരണാണ്. വിവേക് തായ്ക്കണ്ടി എന്ന് പറയുന്ന മുമ്പ് അദ്ദേഹം എന്തായിരുന്നു അറിയോ? SCMS കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. SCMS കോളേജിൽ വലിയ മാർക്കൊന്നും കിട്ടിയില്ല. സ്വന്തം പിതാവ് ഒരു മാർക്ക് കിട്ടിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും മക്കളെ പഠിപ്പിക്കില്ലേ? അത് നമ്മളെ പിതാവിന് കുറ്റം പറയാൻ പാടുണ്ടോ? പിണറായി വിജയനെ ഞാൻ ബഹുമാനിക്കുന്ന എവിടെ അറിയോ? സ്വന്തം മക്കളെ വിദ്യാഭ്യാസ കാര്യത്തിൽ അധികം ശുഷ്കാന്തി കാണിച്ചു എന്നല്ല, അദ്ദേഹത്തിൻ്റെ സുഖ സൗകര്യങ്ങളോട് രാജകീയമായി പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് കയറ്റി അദ്ദേഹത്തെ എന്ത് ചെയ്തു? SMS കോളേജിൽ നിന്നും കുറഞ്ഞ മാർക്ക് കിട്ടി. അവിടെ നേരെ കയറ്റി അയച്ചോടേക്ക് ലണ്ടനിലേക്ക്. ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി പഠിക്കുക എത്ര കോടി വേണമെന്നാ വിചാരിച്ച്? എത്ര വേണം? മിനിമം 500 കോടി റുപ്യ വേണം. പിന്നെ അവിടെ താമസിക്കുക, രാജകീയമായിട്ടാണ് താമസിക്കുന്നത്. ആരാ പൈസ കൊടുത്തത്? പസഫിക് കൺട്രോൾസ് എന്ന് പറയുന്ന അതിൻ്റെ ഉടമയായ ദിലീപ് രാഹുലിനാണ് അവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രാജകീയമായിട്ടുള്ള താമസവും സൗകര്യമായിരുന്നു ഇവിടെ ലണ്ടനിൽ. അപ്പോൾ അതാരാ അറേഞ്ച് ചെയ്തത്? നമ്മുടെ ദിലീപ് രാഹുൽ. ദിലീപ് രാഹുലിനെ ആരാ അറിയോ? ദിലീപ് രാഹുലിനാണ് പിണറായി വിജയൻ ഈ ഏടാകൂടത്തിലൊക്കെ കൊണ്ടുപോയി അടിച്ചത്. പാവമാണ് സത്യത്തിൽ പിണറായി. മുമ്പ് ഈ പൈസ മോഷ്ടിക്കലോ തട്ടിപ്പോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. പാർട്ടിയിലെ ജനങ്ങൾ വിപ്ലവം വരും,
എല്ലാ പാവപ്പെട്ടവർക്കുണ്ടുള്ള പോരാട്ടമൊക്കെ ആയിരുന്നു. കാലിന് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അടിയന്തര സമയത്ത്, ചെള്ളയ്ക്ക് അടി കിട്ടിയിട്ടുണ്ട്, കാലിൻ്റെ അടിഭാഗത്ത് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ചോരപ്പാടുകളുമായിട്ടുള്ള ചോരക്കറയുള്ള ഷർട്ടുമായിട്ട് എവിടെ പോയിട്ടുണ്ട്? നിയമസഭയിൽ അതും കൊണ്ട് ചെന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥ സമയത്ത് ക്രൂരമായ മർദ്ദനങ്ങളേറ്റ് അദ്ദേഹം ആ ചോരപ്പാടുമായിട്ടാണ് എവിടെ കയറിയത്? നിയമസഭയിൽ കയറിയത്. അന്നൊന്നും അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല. ഗുരുവായൂരപ്പനെയൊക്കെ തള്ളിപ്പറയുന്ന, അയ്യപ്പനെ തള്ളിപ്പറയുന്ന, പോടപുല്ലേ അയ്യപ്പ, പോടപുല്ലേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ ആളാണ്. ദൈവങ്ങളെയൊക്കെ തന്നെ തള്ളിപ്പറയുന്ന നിരീശ്വരവാദിയായിരുന്നു. കാലിനടി കിട്ടിയാലും ദൈവത്തെ വിളിക്കില്ല. ഇൻഖിലാബ് സിന്ദാബാദ്, EMS സിന്ദാബാദ്, AKG സിന്ദാബാദ് എന്നേ വിളിക്കുള്ളൂ. അതുപോലെയുള്ള പിണങ്ങാണ്ടി ദൈവം. പിന്നെ പിണങ്ങാണ്ടി ദൈവം ഇതെങ്ങനെ അറിയോ? അതാണ് ചരിത്രം. അങ്ങനെ പോയി പിണറായി വിജയൻ അങ്ങനെ വലിയ നേതാവായി, മുഖ്യമന്ത്രിയായി. പിന്നെ ഒരു ആഗ്രഹം, പോകുന്ന കാലത്തൊക്കെ എല്ലാവരും ആരാധിക്കുന്ന ആരെയാണ്? ദൈവങ്ങളെയാണ്. എല്ലാവരും എന്നെന്താ ആരാധിക്കാത്തത്? അതേപോലെ വെച്ച് പൂജിച്ച് ശ്രീനാരായണ ഗുരുവിനെ ഇതാവുന്നത്, നാളെ എൻ്റെയും ഫോട്ടോ വന്നിട്ട് പൂജിക്കണം. അങ്ങനെയാണ് പിണങ്ങാണ്ടി കാരണഭൂതനായിട്ട് അവിടെ പിണങ്ങാണ്ടി ദൈവം എന്നൊരു ദൈവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകളെയൊക്കെ ഉപയോഗിച്ച് വലിയ പ്രചരണം നടത്തിയത്. അത് അപ്പം തന്നെ വലിയ നിലയിൽ പ്രചരണമായി. ഇപ്പം പിണങ്ങാണ്ടി ദൈവം ആണല്ലോ നമ്മളെ. ഇപ്പം പിണങ്ങാണ്ടി ദൈവം എന്തായി? സ്ഥിരമായിട്ട് ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട് മന്ത്രവാദികളെ കൊണ്ടുവരും. കേരളത്തിലെ പ്രഗത്ഭനായ മന്ത്രവാദികളെ വരിക, ഹോമകുണ്ഡം പുതിർക്കും, അവിടുന്ന് എതിരാളികളെ ഇട്ട് നശിപ്പിക്കും. പ്രേതഭൂത പിശാചികളൊക്കെ എല്ലാവരും പിണറായിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കണ്ടെത്തിയത്. ഏതോ ജ്യോത്സ്യം പറഞ്ഞു, കണ്ടക ശരിയാണ്, കൊണ്ടേ പോകുമെന്ന് വരെ പറഞ്ഞു കൊടുത്തു. ഇനി വരാൻ പോണത് അതിനെ മറികടക്കാൻ ഇന്ന പൂജ നടത്തണം. അതിൻ്റെ ഭാഗമായിട്ട് പല അമ്പലങ്ങളിൽ പേര് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ശീതൾ അറിയോ? ഏതാണ് ശീതൾ? ഇപ്പോ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം പുറത്തു വിട്ട ഒരു ധീരയായ ഒരു പെൺകുട്ടി, നമ്മളൊക്കെ ബഹുമാനിക്കേണ്ട ഒരു പെൺകുട്ടിയാണ്. പത്രപ്രവർത്തനത്തിൽ ഇതുപോലുള്ള ധീരയായ പെൺകുട്ടികൾ വരണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. മുമ്പ് 2005 ഫെബ്രുവരി മാസത്തിൽ ഞാൻ പിണറായി വിജയന്റെ ലാവ്ലിംഗ് കേസിലെ വാർത്ത കൊണ്ടുവന്നപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത പിണറായി. ഈ കുട്ടീനെ എന്തോ ഭാഗ്യത്തിന് ഇതുവരെ തൊട്ടിട്ടില്ല. കാരണം ആ കുട്ടി ആണെന്നുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തോട് കൂടിയിട്ട് എന്തെങ്കിലും പറ്റിയ ആ പിണറായി ഇരിക്കും ഉത്തരവാദി എന്നുള്ളതുകൊണ്ട് പിണറായി തൊടാത്തതാണോ, ഇനി ദൈവത്തെ തൊട്ടിട്ട് ദൈവം എന്തെങ്കിലും കളി കളിക്കുമോ എന്നുള്ള പേടിച്ചിട്ടാണോ അറിയില്ല. തഞ്ചാവൂരിൽ ഭാര്യയും മകളും കൂടെ അമ്പലത്തിൽ പോയി ദർശനമൊക്കെ നടത്തി, വലിയ ഗമയിൽ ഷൂട്ടൊക്കെ നടത്തി. തൊട്ട സിന്ദൂരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോഷൂട്ട് നടന്നതൊക്കെ മാറ്റാണ്. ഉള്ളിൽ ദൈവം, പുറത്ത് ദൈവത്തെ തള്ളി പറയുന്ന പരിപാടിയായിട്ട് ഇതെല്ലാം പകർത്തിയൊരു ധീരയായ ഒരു പെൺകുട്ടിയാണ് ആര്? ശീതൾ. ആ ശീതളിനെ നമ്മൾ ഇങ്ങനെ നമിച്ചുകൊണ്ട് നിൽക്കണം. അങ്ങനെയുള്ള വാർത്തകൾ കൊണ്ടുവരുന്ന ആളുകളെ അവരാ ധൈര്യത്തെ നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. അവരാ ജീവൻ പണയം വരുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ജഡം പുറത്തു വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിണറായിന്റെ ഗുണ്ടകൾ വീട്ടിലെത്തുന്ന പൊക്കിക്കൊണ്ടുപോകും. പക്ഷെ എന്തോ ശീതളിനെ ഒന്നും തൊട്ടിട്ടില്ല. ശീതള് എന്തായാലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് കൊട്ടേഷൻ തന്നിരുന്നു, എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ ടീം വന്നിരുന്നു. അവരെന്നെയാണ് എന്നോട് ഇൻഫർമേഷൻ തന്നുകൊണ്ട് ഞാൻ മാറിയെന്നാണ്. പിന്നീട് ഞാൻ ഹൈക്കോടതി പോയി പെറ്റീഷൻ കൊടുത്തുകൊണ്ടാണ് പിണറായി വിജയനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഗൂഢാലോചന അന്വേഷിക്കണം എന്നുകൊണ്ടാണ് പിണറായി പിന്മാറി. കാരണം എന്തെങ്കിലും പറയാൻ ആരെയെ പൊക്കുക, എനിക്കെന്ത് സംഭവിച്ചാൽ പിണറായിനെയാണ് പൊക്കുക. പിണറായിനെ പൊക്കുന്ന പരിപാടിക്ക് പിണറായി നിൽക്കുമോ? കേരളം കണ്ട ഏറ്റവും വലിയ ഭീരു ആരാണ്? പിണങ്ങാണ്ടിയാണ്. അതുകൊണ്ടല്ലേ എന്റെ ഓഫീസ് ആക്രമിച്ചത്? അല്ലെ ഓഫീസ് ആക്രമിക്കാൻ വരുമോ? സത്യസന്ധനായ ആളാണെങ്കിൽ കോടതി കേസ് കൊടുക്കില്ലേ? ഞാൻ പലതവണ പറഞ്ഞു, പിണങ്ങാണ്ടി ഒന്ന് എൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കൂ, ഒന്ന് എൻ്റെ പേരിൽ കേസ് കൊടുക്കൂ. ഒന്നും കേസ് കൊടുക്കാൻ പോലും വന്നില്ല. ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഭക്തി ഇത്തിരി കൂടുതലാണ് ആയിരിക്കും പിണങ്ങാണ്ടിക്ക്. കാരണം ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. ജയിക്കാൻ വേണ്ടി മാത്രമല്ല, ജയിൽ പോവാതിരിക്കാനും കൂടിയാണ്. എന്തൊക്കെ കള്ളത്തരാ കാണിച്ചുള്ളത്? 1,00,000 കോടിയൊക്കെ ഒരാൾ കട്ടുമുടിച്ച് വിദേശത്ത് എത്തിച്ചു എന്ന് ആരാ പറയുന്നത്? CPM-ന്റെ കൂടെയുള്ള ആളുകളാണ്, PG ആർമിയിലുള്ള ആൾക്കാരൊക്കെയാണ് കൃത്യമായി ഇപ്പം പഠിച്ചിരിക്കുന്നത്. CPM-ന്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ കൃത്യമായി പിണങ്ങാണ്ടിയുടെ ഈ കാര്യങ്ങളെല്ലാം പഠിച്ച്
കൃത്യമായി അവർ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ആദ്യം ക്രൈം എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല. ക്രൈം ഇത് കള്ളത്തരം പറയാണ്, കള്ളം പറയുന്ന പത്രപ്രവർത്തകനാണ് നന്ദകുമാർ, അവനെ കൊല്ലണം എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് സത്യങ്ങൾ ഓരോന്ന് എല്ലാവരും വിളിച്ചറിയാൻ തുടങ്ങി. ആദ്യം തന്നെ പിണറായിയെ പെരുങ്കള്ളൻ എന്ന് വിളിച്ചാരറിയോ? എന്ന് ഇപ്പോഴല്ല, അന്ന് മൂപ്പര് വലിയ ആചാനുബാഹുവെ ആരും തൊട്ടാൽ അപ്പം കൊല്ലുന്നൊരു കാലഘട്ടത്തിൽ ആരെങ്കിലും അദ്ദേഹത്തെ പറ്റി കണ്ണുരുട്ടിയാൽ ഇപ്പറന്ന് തല വെട്ടിക്കളയും. നമുക്കറിയാം 2012 TP ചന്ദ്രശേഖരൻ എത്ര വെട്ടിട്ടാ കൊന്നു? 52 വെട്ടിയിട്ട് ഇങ്ങോട്ടും ദേഷ്യം തീർന്നില്ല. അങ്ങനെയുള്ള പിണറായി എന്നെ തട്ടാൻ വേണ്ടിയിട്ട് അന്ന് ഇതാക്കിയതാണ്. പക്ഷെ ഞാനത് അന്ന് പുല്ലേ കട്ടില്ലേടാ എന്നുള്ള രൂപത്തിൽ പെരുങ്കള്ളനാന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രസിദ്ധീകരിച്ചു. പിന്നെ എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പൊ എല്ലാവരും പിണറായിനെ എന്താ വിളിക്കുന്നത്? പെരുങ്കള്ള, മാഫിയ തലവാ, തട്ടിപ്പ് വീര, കള്ളം മാത്രം പറയുന്ന ആള്. അങ്ങനെ അദ്ദേഹത്തിന് എല്ലാ ആൾക്കാരും ഇപ്പൊ എന്തും പറയാന്നുള്ള നിലയിലെത്തി. എന്താ കാരണം? അദ്ദേഹത്തിന്റെ കാട്ടുകള്ളത്തരങ്ങൾ, കൊള്ളകൾ, തട്ടിപ്പുകൾ, മുഖംമൂടി അണിഞ്ഞുള്ള കാര്യങ്ങൾ വാ തുറന്ന് എന്താ വരിക? കള്ളം മാത്രമേ വരുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ പബ്ലിക്കായി ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. കടക്ക് പുറത്ത് ആരോടാ പറയുന്നത്? പിണറായിനോടല്ല. പിണറായി ആരോടാ പറയുന്നത്? ഏതെങ്കിലും വാർത്ത എടുക്കാൻ വന്ന പത്രക്കാരോട് പറയാ, വീട്ടിൽ ചെന്ന് പറയുന്നൊക്കെ. പത്രക്കാര് മുമ്പ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എടുക്കാൻ വന്നപ്പോ ഉള്ളിൽ കയറിയപ്പോ കടക്ക് പുറത്ത്. പത്രക്കാർക്ക് എവിടെയും കയറാന്നൊക്കെയാണ് പിണറായി പണ്ട് പഠിപ്പിച്ചത്. അടിയന്തരാവസ്ഥ സമയത്ത് പത്രസ്വാതന്ത്ര്യം നിഷേധിച്ചു, പൗരസ്വാതന്ത്ര്യം നിഷേധിച്ചു പറഞ്ഞിട്ടാണ് പിണറായിക്ക് അന്ന് ജയിലിൽ പോയതെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നത്. എന്നിട്ട് പിണറായിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഘോര ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. കോളേജുകളിലൊക്കെ അന്ന് സഫൈക്ക് വേണ്ടിയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ ആരാധ്യ കഥാപാത്രമായിരുന്നു നമുക്ക് പിണറായി. ആ പിണറായിയാണ് നമ്മുടെ വിഗ്രഹം പോലെ ഉയർന്ന് മോടുന്ന് താഴേക്ക് വീണത്. ഒരു കള്ളനും കൊള്ളക്കാരനും തട്ടിപ്പുകാരനും സ്ഥിരമായി കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണെന്നുള്ളത്. TP ചന്ദ്രശേഖരനെയൊക്കെ അങ്ങനെയല്ലേ വെട്ടിക്കൊന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്നാലും നിരീശ്വരവാദിയാണെന്നുള്ളതാണ് നമ്മൾ വിശ്വസിച്ചത്. ഈ ഭരണത്തിൽ വന്ന ശേഷമാണ് സ്ഥിരമായിട്ട് വീട്ടിൽ ഹോമകുണ്ടം തീർക്കുക, വലിയ ഉഗ്രന്മാരായ മന്ത്രവാദികളെ കൊണ്ടുവരിക, പൂജ നടത്തുക, പ്രേതങ്ങളെ ഒഴിപ്പിക്കുക. ഇതന്നെയായിരുന്നു. പിന്നെ അമ്പലങ്ങളിൽ പോവുക. എന്തിനാ അമ്പലങ്ങൾ ഈ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്പലങ്ങളിൽ ഏറ്റവും നെഞ്ചത്തടിച്ച് കരയുന്ന ആരാ അറിയോ? കൊലപാതകം ചെയ്ത ആൾക്കാര്, കൊള്ള ചെയ്ത ആൾക്കാർ. എന്നിട്ട് ഒരു കൊള്ള ചെയ്തതിന് ഒരു ഓഹരി അവിടെ കൊടുക്കും. എന്നിട്ട് ദൈവത്തോട് പറയും, ഇത് പരിഹാരമായിട്ട് കരുതണം, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയും. ഇതുപോലെയാണ് ഇപ്പം പിണറായിയുടെ മകൻ എത്തിയിരിക്കുന്ന ഇവിടെ ഗുരുവായൂർ നമ്മൾ കരുതാം. അതേപോലെ മകളും ഭാര്യയും എത്തിയിരിക്കുന്നതെന്ന് കരുതാം. ഇതൊക്കെ രഹസ്യമായിട്ട് പോകേണ്ട ആവശ്യം എന്താ? അതെ, രഹസ്യമായിട്ട് എന്താ പോകേണ്ട ആവശ്യം എന്താണുള്ളത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അവിടെ പോയ ഫോട്ടോ എടുത്താൽ എന്താ കുഴപ്പം? പിണറായിയുടെ മകന് നമ്മൾ എല്ലാവരും ബഹുമാനത്തോടെയല്ലേ കണ്ടത്? പിണറായി എന്ന് പറഞ്ഞാൽ കേരളം ഭരിച്ച 10 വർഷം ഭരിച്ച മഹാനായ ദൈവമല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ അതേപോലെ ദൈവമായിട്ടല്ലേ നമ്മൾ കരുതേണ്ടത്? പിണങ്ങാണ്ടി ദൈവത്തിന്റെ സാക്ഷാൽ വിവേക് തായ്ക്കണ്ടി എന്തിന്റെ സൂക്ഷിപ്പുകാരനാണ്? ഇവിടുന്ന് കട്ട മുതലൊക്കെ സൂക്ഷിക്കുന്ന ആളാണ് ഈ നമ്മുടെ വിവേക് തായ്ക്കണ്ടി. ഈ വിവേക് തായ്ക്കണ്ടി മുമ്പ് 3 വർഷം എവിടെയായിരുന്നു അറിയോ? 3 വർഷം അധികം മുമ്പ് സിംഗപ്പൂരായിരുന്നു. എന്തിനാ പോയത് അറിയോ? അതായത് മലബാർ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി SNC ലാവ്ലിൻ കമ്പനി, SNC ലാവ്ലിൻ്റെ അഴിമതിയാണല്ലോ പിണറായി വിജയനെതിരെ ഞാൻ കൊണ്ടുവന്ന കേസ്. അതിൽ പിണറായി വിജയൻ്റെ മകൻ SNC ലാവ്ലിൻ കമ്പനി കനേഡിയൻ ഗവൺമെൻറ് കൊടുത്ത 98.3 കോടി രൂപയുണ്ട്. ആർക്ക്? മലബാർ ക്യാൻസറിന് വേണ്ടിയിട്ട്. ഇതിലാകെ വന്നത് എത്ര അറിയോ? കണക്ക് പ്രകാരം 12 കോടി രൂപയാണ്. ബാക്കി എത്ര കോടി വേണം? 87 കോടി വരണം. ഈ 87 കോടിയിൽ 75 കോടി രൂപ പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന സിംഗപ്പൂരിലുള്ള കമ്പനിക്കാണ് പോയത്. ഭാര്യയ്ക്ക് മുമ്പ് കച്ചവടം ചെയ്തുള്ള പരിചയമുണ്ടോ? ഇല്ല. പിണറായിക്ക് കച്ചവടം ചെയ്ത പരിചയമുണ്ടോ? ഇല്ല. മോന് കച്ചവടം ചെയ്തുള്ള പരിചയമുണ്ടോ? ഇല്ല. പക്ഷേ ഇവർ അവിടെ ഫാരിസ് അബൂക്കർ എന്ന് പറയുന്നവരൊരു ഗോഡ് ഫാദർ വേറെയുണ്ട്. ഈ പണമെല്ലാം സൂക്ഷിക്കാൻ എങ്ങനെ കള്ളത്തരം ചെയ്യാം, ലിവർ എങ്ങനെ, കിഡ്നി എങ്ങനെ അടിച്ചു മാറ്റി തട്ടിപ്പ് നടത്താം. അവിടെ സിംഗപ്പൂരിൽ കിഡ്നി തട്ടിപ്പ് നടത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വന്ന ആളാണ് ആര്?
ഫാരിസ് അബൂബക്കർ. അപ്പോൾ ആ ഫാരിസ് അബൂബക്കർ സഹായത്തോടു കൂടി 75 കോടി രൂപ ഭാര്യയുടെ പേരെന്താ, കമലേൻ്റെ പേരിൽ കമല ഇന്റർനാഷണൽ എക്സ്പെർട്ടിംഗ് കമ്പനി എന്നൊരു കമ്പനി രൂപീകരിച്ച് ഷെൽ കമ്പനി രൂപ അതിലേക്ക് പൈസ അയച്ചു. അപ്പോൾ ഈ പൈസ വന്നപ്പം അവിടെ കാവൽ നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ വിവേക് തൈക്കണ്ടി എവിടേക്ക് പോയത്, ഈ വിവേക് കരൺ എന്ന് പറയുന്ന ആൾ സിംഗപ്പൂർക്ക് പോയത്. ഞാൻ ഈ കേസൊക്കെ ഇതിൻ്റെ രേഖകളൊക്കെ എൻ്റെ കിട്ടിയോട് കൂടിയിട്ട് എന്ത് ചെയ്തു, അത് പൂട്ടിയിട്ട് അവിടെ സ്ഥലം വിട്ടു. 3 വർഷം അവിടെ ഉണ്ടായിരുന്നു. ആ ആളാണ് നമ്മുടെ വിവേക് തൈക്കണ്ടി. ഒരാളുടെ മകനെക്കുറിച്ച് പറയുക, ഒരാളുടെ മകളെക്കുറിച്ച് പറയുക പാടില്ലാത്തതാണ്. പക്ഷെ മകളെയും മകനെയും കള്ളത്തരം പഠിപ്പിച്ച് ഞാൻ മോഷ്ടാവായി നീയും മോഷ്ടിക്കണം, അതാരും പറയാറുണ്ടോ? ഇന്നലെ നാളെ ആ സാധാരണ നല്ല മോഷ്ടാക്കളാണ് എന്താ ചെയ്യുക, മക്കളെ നന്നായി പഠിപ്പിച്ച് നല്ല സ്ഥിതിയിലെത്തിക്കും. ഇത് സാക്ഷാൽ കൊള്ളക്കാരനായ പിണറായി വിജയൻ സ്വന്തം മക്കളെ എന്താ പഠിപ്പിച്ചത്? കക്കാനും മോഷ്ടിക്കാനും അത് സൂക്ഷിക്കാനും. പിണറായി കട്ടുണ്ടാക്കുന്ന മുതലെല്ലാം ആരാ സൂക്ഷിക്കുന്നത്? മക്കളാണ്. ഇവിടെ ഈ കരിമണൽ കർത്തയുടെ കേസിൽ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ എന്താ പറയുന്നത് അറിയോ? 1,76,00,000 അക്കൗണ്ട് വഴി എക്സാലോജിക് എന്ന് പറയുന്ന മകളുടെ പേരിലുള്ള ബാംഗ്ലൂരുള്ള കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തു. എന്തിനാ അയച്ചു കൊടുത്തത്? ഒന്നുമില്ല, ഒരു സർവീസും ഇല്ല. അപ്പോൾ അത് അഴിമതിയാണ്. അതിൽ പ്രത്യേകം പറയാം, പിണറായി വിജയന് വേറെ കൊടുത്ത് PV എന്ന് പറഞ്ഞ പിണറായി വിജയൻ അയച്ചു കൊടുത്തു. പിണറായി വിജയൻ നിയമസഭ പറഞ്ഞു, ഞാൻ PV എനിക്ക് അറിയില്ല, എന്നോട് പറയല്ലേ, എന്നോട് അങ്ങനെയൊന്നും പറയില്ല, ഞാൻ PV അല്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ആ PVയുടെ മകൾ ആര് മകളുടെ പേരിൽ 1,76,00,000 അയച്ചു കൊടുത്തത് ആരും അറിയില്ല എന്ന് വിചാരിച്ചിരുന്നത്. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണക്ക് വന്നപ്പം അവരത് കണക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അക്കൗണ്ട് വഴിയല്ലേ. അങ്ങനെ കുടുങ്ങി. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി. പിന്നെ അവിടെ അമിത്ഷായും നല്ല വിശ്വാസികളായ അമിത്ഷായും നരേന്ദ്രമോദി ഉള്ളതുകൊണ്ട് പിണറായി അതിലും വലിയ വിശ്വാസിയാണെന്ന് ബോധിപ്പിച്ചു കൊടുത്തുകൊണ്ട് എന്തായി, അവർ രക്ഷിച്ചു. ഇത്രയും കാലം രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര കാലം ഉണ്ടാവും? ഈ മെയ് 4 ഭരണനേട്ടം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ പിണങ്ങാണ്ടിന് ആർക്ക് വേണം? അവർക്ക് വേണോ? കോൺഗ്രസ് വരണ്ട എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും കാലം ഇവിടെ പിണറായിനെ പിടിച്ചു നിർത്തിയത്. അവിടെ പോയി പറഞ്ഞാൽ ഇവിടെ ഏത് വഴിക്കാണെങ്കിലും കോൺഗ്രസ് ഞാൻ അധികാരത്തിൽ എത്തിക്കില്ല, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, ഞാനാണ് യഥാർത്ഥ BJP. പേരിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയും, അതാ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞോട്ടെ. ഇവിടുത്തെ BJP-ക്കാരൊക്കെ കള്ളന്മാർ എൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിക്കുന്ന ആൾക്കാരാണ്. സുരേന്ദ്രനായാലും മുരളീധരനായാലും എൻ്റെ കൂടെ വന്ന് കച്ചവടം ചെയ്തതിൻ്റെ രേഖ ഇതാ. അതുകൊണ്ട് ഞാനാണ് ഇവിടുത്തെ യഥാർത്ഥ BJP നേതാവ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി, ഏത് മാർക്സ്, ഏത് ലെനിൻ, ഏത് EMS, അതൊക്കെ ആള് പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ. ഈ പാർട്ടി എന്നെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് തീറെഴുതി തരാം, അതുകൊണ്ട് എന്നെ തുടരുത് എന്നാണ് ആരടുത്ത് പോയി പറഞ്ഞത്? പെണുങ്ങാണ്ടി അവിടെ പോയി പറഞ്ഞു. അതുകൊണ്ട് പെണുങ്ങാണ്ടിനെ തൊടാതെ ഇങ്ങനെ കൊണ്ടെടുക്കുകയാണ്. എന്തായാലും പിണറായി വിജയൻ വളരെ ഗുരുതരമായ പ്രശ്നത്തിലാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി ആരാണ് ശരണം? ദൈവം. ഗുരുവായൂരപ്പനാണ് ശരണം എന്നുള്ളതുകൊണ്ടാണ് മോൻ ഇപ്പം അവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ഗുരുവായൂരപ്പനിൽ ചെന്ന് വീണിരിക്കുകയാണ്. അച്ഛനെ പിടിച്ച ആര് കുടുങ്ങും? മോഷണം നടത്തിയപ്പോൾ നമ്മളെ ഈ ശബരിമല സ്വർണം കടത്തിയ സംഭവത്തിൽ ശബരിമലയിൽ മോഷണം നടത്തിയല്ലോ, ആ മോഷണ വസ്തു പിടിച്ചാലല്ലേ കേസ് നിൽക്കുള്ളൂ, അല്ലേ? സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്, അത് ആ ഉരുപ്പടി പിടിക്കണം. ഇതുവരെ പിടിച്ചില്ല കേട്ടോ. മോഷ്ടിച്ചെന്നേ ഉള്ളൂ, കാണാനില്ല എന്നേ ഉള്ളൂ. ഇതേപോലെ പിണറായി വിജയനെ പിടിച്ചാൽ ഈ മോഷണ വസ്തു ആരെടുത്താണ്? മോന്റെ അടുത്തും മോളുടെ അടുത്താണ്. അതിൽ മോനാണ് ഉള്ളത്. അപ്പൊ മോന്റെ ആവശ്യം എന്താ? ഗുരുവായൂരപ്പ, ഞാൻ വേണമെങ്കിൽ കുറച്ച് കാശ് ഇതിനകത്ത് തന്നേക്കാം, എന്നെ രക്ഷിക്കണമേ, എന്റെ അച്ഛനെയും ഒന്ന് രക്ഷിക്കണം, അച്ഛനെ പിടിച്ചാലും എന്നെ തൊടരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് അവിടെ പോയത്. ഇതൊക്കെ തെറ്റാണോ? പാവം വിവേക് തായ്ക്കണ്ടി, പാവം നമ്മുടെ ആര് വീണമോളുടെ അമ്മ കുറച്ച് മോഷ്ടിച്ചു പറഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ പറയേണ്ടതുണ്ടാവും. ദൈവം തുണയുണ്ട് അവർക്കൊക്കെ. അപ്പം സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തുണയ്ക്ക് വേണ്ടിയിട്ട് എവിടെ പോയിരിക്കുകയാണ് ഇവര്? ഗുരുവായൂർ. അപ്പൊ അത് തെറ്റല്ല കേട്ടോ. പക്ഷെ ആ ഫോട്ടോ എടുത്ത് തടഞ്ഞത് ശരിയായില്ല എന്നുള്ളത് മാത്രമേ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇപ്പൊ അവര് മകൻ പോയിട്ടുള്ളത് എന്നാണ് അറിയാൻ. അച്ഛൻ അറിയാതെ ഒരു ഇല അനങ്ങുമോ? ഇല്ല.
അച്ഛൻ ഉഗ്രമൂർത്തിനെ മാതിരി ഇങ്ങനെ നിൽക്കുന്ന ആളല്ലേ. കേരളത്തിലെ 3.5 ലക്ഷം ജനങ്ങളിൽ മുൾമുനയെ നിർത്തുന്ന ആളല്ലേ. CPM-ന്റെ അണികളെ മുഴുവൻ അല്ല നേതാക്കന്മാർ മുഴുവൻ എല്ലാത്തിനും ഇങ്ങനെ വരച്ചവരെ നിർത്തുന്ന ആളല്ലേ. എന്നിട്ടാണോ മക്കള് ഇപ്പൊ മക്കള് പറഞ്ഞു കേട്ടില്ല പറഞ്ഞാൽ ആർക്കാണ് മോശം? അച്ഛൻ. അപ്പൊ അച്ഛൻ പറഞ്ഞ മക്കള് അച്ഛൻ പറഞ്ഞിട്ട് തന്നെ അച്ഛനോട് ഒറ്റ വഴിയുള്ള അച്ഛൻ ഞങ്ങൾ ഗുരുവായൂരപ്പനെ പോയി കാൽക്കൽ വിണയ്ക്കാം, ആ വഴിക്കെങ്കിലും ഒന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അട്ടിമറിച്ച് കിട്ടണേ. 2 അട്ടിമറിച്ച് കിട്ടിയ പിന്നെ കേസൊന്നുമില്ല, കിട്ടിയില്ല അകത്ത് പോവാതിരിക്കണേ. ഈ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് മോൻ പോയത്. അത് തെറ്റാണോ എൻ്റെ പ്രേക്ഷകരെ? പറ. അല്ല, ഒരിക്കലും തെറ്റല്ല. അപ്പൊ എൻ്റെ പ്രേക്ഷകരോട് പറയാണ്, ആ പാവം വിവേക് തായ്ക്കണ്ടി മോള് മോള് വീണയൊക്കെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചോട്ട് അച്ഛനെ രക്ഷിക്കാൻ മാത്രമല്ല അവരും കൂടി രക്ഷപ്പെടാനല്ലേ. കുറച്ച് കള്ളത്തരല്ലേ ഇതിൽ ആപ്പാട് 1 ലക്ഷം 2 ലക്ഷം കോടിക്കല്ലേ തട്ടിയിട്ടുള്ളൂ. പാവങ്ങള് അവർ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. എന്നാലും ആ ഫോട്ടോഗ്രാഫറെ ഫോട്ടോ പിടിച്ചെടുത്തത് ശരിയല്ല. ശരിയല്ലേ? നാളെ ഇതേപോലെ CPM അണികൾക്ക്, CPM നേതാക്കന്മാർക്ക്, അവരുടെ കുടുംബത്തിന് അമ്പലത്തിൽ പോകാനുള്ള ലൈസൻസ് കൂടിയാണ് മകൻ അമ്പലത്തിൽ പോയത്. അതുകൊണ്ട് ആ ഫോട്ടോ ഒന്ന് പുറത്തേ വിടുന്നത്, ഫോട്ടോ എന്തായാലും ഞങ്ങൾ പുറത്തേ വിട്ടിട്ടുണ്ട്. മുമ്പ് ശീതളിനോട് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആ വീഡിയോ കൂടെ അതിനകത്ത് ചേർക്കുന്നുണ്ട്. അല്ല മറ്റു ചാനൽ വന്ന റിപ്പോർട്ടുകളും ഒക്കെ ചേർത്തിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം.